ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റൈസ് പക്കോടാണ്. അപ്പോൾ നമുക്കിത് ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഇഫ്താർ സ്നാക്സാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാബേജ്, പിന്നെ ഞാൻ ഇന്നലെ പിസ്സ ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന ചിക്കന്, പൊട്ടറ്റോ, ക്യാരറ്റ്, പച്ചമുളക്, സവാള ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ഇനി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്യാബേജൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു പക്കോടക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ബാക്കി വന്ന ചോറ് എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് കൂടെ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സവാള കൂടെ കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചോറ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരിക്കലും ഫൈനായിട്ട് അരക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കരുത്, കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവാളയിലേക്ക് മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്തിരി ചില്ലി ഫ്ലാക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. കായം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാനിതിൽ കായം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൈവച്ച് നന്നായിട്ട് ഇത് കുഴക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സവാളയിൽ നിന്നിട്ടുള്ള വെള്ളമൊക്കെ വരും. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മളിതിലേക്ക് കൂട്ടരുത്. ഇനി ആ ചിക്കന് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടലമാവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചോറ് വെച്ചിട്ട് ഈ ഒരു പക്കോട ഉണ്ടാക്കുമ്പോൾ കടലമാവ് ഇട്ട് കൊടുക്കുന്നത് ഒന്നുമില്ല കുറച്ച് കൂട്ടി കൊടുക്കണം. അതല്ലെങ്കിൽ ഇതിലേക്ക് ഒരു എഗ്ഗ് കൂടെ നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പക്കോട ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ മിക്ക ആൾക്കാരും പക്കോട ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പക്കോടയിലേക്ക് ഒന്നുമില്ല ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക, അതല്ലെങ്കിൽ കടലമാവ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ കൈവച്ച് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ആ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ പക്കോട നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് പ്രധാനമായിട്ട് പറയാണ്ടായ കാര്യം, ഞാനിതുപോലെ പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റൈസ് വെച്ചിട്ട് നമുക്ക് പക്കോട ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അവർ ഇതേപോലെ പക്കോട ഉണ്ടാക്കിയിട്ട് എണ്ണയിൽ അങ്ങനെ അലിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിത് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ചിലർ റൈസ് ഇടുമ്പോൾ ഈ കടലമാവ് കുറച്ച് കുറയ്ക്കും, അപ്പോഴാണ് ഇത് വല്ലാതെ പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല കടലമാവ് കൂട്ടിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു പക്കോട. പ്രത്യേകിച്ച് ഈ ചോറ് കൂട്ടുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പക്കോട കിട്ടും. നമുക്ക് വെറുതെ കഴിക്കാനും സോസ് കൂട്ടി കഴിക്കാനും ചട്നി കൂട്ടി കഴിക്കാനൊക്കെ ഈ ഒരു പക്കോട അടിപൊളിയാണ്. നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പക്കോട ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.